മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ശിവാങ്കുണ്ട്. ബ്രോ സുഖാണോടെ? നന്നായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കൺവിൻസിംഗ് ആയിട്ട് 3-0 ഒരു വിജയം. എനിക്ക് തോന്നുന്നു ആ മിഡ്ഫീൽഡിലെ ടാക്ടിക്കൽ അപ്രോച്ച് കിഡിലായിരുന്നു, ഒന്നും പറയാനില്ല. ഗ്രാവൻ വെച്ചിനെ യൂസ് ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളി ഓടി നടക്കുന്നുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ് മൊത്തം. അത് തന്നെയാണ് ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്താണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ആകെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുള്ളത് 2-3 ഗോളും കൂടെ അടിക്കായിരുന്നു നമുക്ക്. അത് മാത്രമേ ഒരു മിസ്സിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് ഓൾ ക്ലിയർ, വെരി ഗുഡ്. അതെ, എസ്പെഷ്യലി സ്ലോട്ട് മത്സരത്തിന് ശേഷം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ടെനാഗ് എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറത്തുള്ള ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? വിംഗേഴ്സിനെ പുഷ് ചെയ്യുമ്പോൾ കസമിരൻ ഒറ്റക്കാവും. പുള്ളിനെ ടാക്ടിക്കലി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി ആകെ ഒരു 3 മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഹീസ് ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് കാണാൻ ഭയങ്കര പ്ലാനിങ് ഉള്ള ഒരു മാനേജറാണ്. നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ടി വിയിൽ കാണും, നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇത്രയും വർഷം ഫുട്ബോളാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ ടെൻ ഹാഗ് ചെയ്യുന്നത്. സിമ്പിൾ. പുള്ളി എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം പുള്ളി കളിയിരുന്ന് കണ്ടിട്ടുണ്ടോ യുണൈറ്റഡ്, അത്രേ ഉള്ളൂ. അത് കണ്ടപ്പോ തന്നെ മെയിൻ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ട ആള് ഡി എം ആണ്. അത് കസമീറോ അതിലവിടെ ഏത് ഡി എം, എനിക്കൊന്ന് പ്രസ് റെസിസ്റ്റന്റ് അല്ലാത്ത ഏത് ഡി എം അവിടെ ഉണ്ടെങ്കിലും അവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ടാർഗറ്റ് സിമ്പിൾ. അവർ 2 എറർ അവരുടെ വന്നു, ഒരു എറർ പുള്ളിയുടെ ഉള്ള പിവറ്റിന്റെ വന്നു. അപ്പൊ എനിക്കൊന്ന് സിമ്പിൾ ലോജിക്കാണ് കാര്യം. ഫുൾ ബാക്സ് 2 അറ്റാക്ക് ചെയ്ത് കയറുമ്പോൾ അവിടെ ഫുൾ ബാക്സോ വിംഗേഴ്സോ അറ്റാക്ക് ചെയ്ത് കയറുമ്പോൾ ഡി എമ്മും 2 സെന്റർ ബാക്സേ ഉള്ളൂ. അപ്പൊ ഒന്നാണെങ്കിൽ ഒരു സെന്റർ ബാക്ക് ആണെങ്കിൽ ബോൾ പ്ലേയിങ് എബിലിറ്റി ഇല്ലാത്തൊരു സെന്റർ ബാക്ക് ആണ്, ഡിലിറ്റ് ആണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതും ക്ലോപ്പ് ചെയ്യുന്ന പോലെ ബോൾ പോയ കംപ്ലീറ്റ് പ്രസിംഗ് അല്ല ഇത്. ആ 10 ആയിട്ട് കളിക്കുന്ന സപ്പോസിലായി സ്ട്രൈക്കർ മാത്രമേ പ്രസ് ചെയ്യുന്നുള്ളൂ. നമ്മള് മറ്റേത് കൗണ്ടർ പ്രസിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അവിടെ വലിയ സ്പേസ് ആണ്, നമുക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മള് ഒപ്പോണന്റിന്റെ വീക്ക്നെസ് മാത്രം നോക്കി കളിക്കുന്ന ഗെയിമാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു അത് മതി അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ. അതാണ് നമ്മൾ ചെയ്തത്. അത് അവർ ടാക്ടിക്കലി നമ്മൾ ഔട്ട്പ്ലേ ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ഒബ്സർവ് ചെയ്തത്, ഒന്ന് ഷോർട്ട് പാസസ് ഫ്രണ്ട് ത്രീയില്, പിന്നെ പ്ലേയേഴ്സ് ഒക്കെ കുറച്ചുകൂടി അൺസെൽഫിഷ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്ത് പറയില്ല. ഇപ്പൊ ഒരു 2 സീസൺ മുമ്പൊക്കെ ഇപ്പൊ മാനെ സാലയായിട്ടുള്ള പ്രശ്നമൊക്കെ നമുക്കറിയാം. ഇവര് പാസ് കൊടുക്കത്തില്ല, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം. ഇപ്പം എല്ലാവരും ഒരു ഗോൾ സ്കോറിംഗ് പൊസിഷൻ ആയാൽ പോലും ഒരു ഷോർട്ട് പാസിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് അടുത്ത ആൾ ഓപ്പൺ ആണെങ്കിൽ പുള്ളിക്ക് കൊടുക്കുക, പുള്ളി സ്കോർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ ഷോട്ട് തിരിച്ചു വാങ്ങി അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് കാണുന്നുണ്ട്. എസ്പെഷ്യലി ആ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ലാക്ക് ചെയ്യുന്നത്, പല ക്ലബും ലാക്ക് ചെയ്യുന്നത് പറയുന്നത് അവരെന്നെ അറ്റംപ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയല്ല, പുറത്തേക്ക് പോകും. അതിന് പകരം കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവരത്തേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു പോയിന്റിൽ എല്ലാ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലോറിയാണ്, അവർക്ക് അവരുടെ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ആണ് അവർക്ക് വലുത്. ഇപ്പൊ ഒരു പോയിന്റ് റൊണാൾഡോനാണെങ്കിലും മെസ്സിക്കാണെങ്കിലും അവർക്ക് ഗോൾ അടിക്കുക എന്നുള്ളതാണല്ലോ. അവർക്ക് ടീം ജയിച്ചാലും ഇല്ലെങ്കിൽ അവർക്ക് ഗോൾ അടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി. അത് തന്നെയാണ് സാലയുടെ കാര്യം. സാല ആ സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഇൻ മേക്കിംഗ് ആയിരുന്നു സാല. പക്ഷെ സാല ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സാല എന്ന് വെച്ചാൽ ക്ലബിൽ ഏറ്റവും സീനിയർ 2-3 ഫിഗേഴ്സിൽ ഒന്നാണ്. അപ്പൊ എനിക്കൊന്ന് എന്ന് വെച്ചാൽ കളിക്കുന്ന പുള്ളിയെക്കാളി യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് കൂടെ കളിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് അവർക്കൊരു എക്സാമ്പിൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് അസിസ്റ്റ് ആണെങ്കിലും ഗോൾ ആണെങ്കിലും പ്രീമിയർ ലീഗിൽ പുള്ളിക്കൊരു പേരുണ്ട് ഓൾറെഡി. എനിക്ക് എനിക്ക് തോന്നുന്നു 2-3 ഗോൾ കുറഞ്ഞാലൊന്നും സാലയ്ക്ക് വലിയ, പുള്ളിയുടെ ലെഗസിക്ക് അത് വലിയ കുറവ് ആയിരിക്കില്ല. അത് സെൽഫ്ലെസ്നെസ് കാണിച്ച് എനിക്കൊന്ന് അത് നല്ലതാവുകയുള്ളൂ ഒരു പ്ലെയറിന്. അപ്പൊ എനിക്കൊന്ന് പിന്നെ സ്ലോട്ടിന്റെ ടാക്ടിക്സും അങ്ങനെ തന്നെയാണ്. നമ്മള് ഫൈനൽ തേർഡ് ഒരു ഓവർലോഡ് ചെയ്യുക, അതിനകത്ത് ബെസ്റ്റ് പാസ് ആർക്ക് കിട്ടുന്ന അത് ഫിനിഷ് ചെയ്യുക, അതാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മള് നേരെ ഒറ്റ പാസ് ഡയറക്റ്റ് സാലയ്ക്കോ അല്ലെങ്കിൽ ലൂയിസ് ഡിയാസിനോ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മള് യുണൈറ്റഡിന്റെ കൂടെ എപ്പോൾ കളിച്ചാലും ക്ലോപ്പിന്റെ അണ്ടറിലാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് പാസിനുള്ള ഫ്രീഡം എപ്പോഴും കിട്ടും യുണൈറ്റഡിന്റെ കൂടെ കളിക്കുമ്പോൾ. എസ്പെഷ്യലി ഭയങ്കര ഗ്യാപ്പ് ഉള്ള ഒരു ടീമാണ് അവിടെ, എപ്പോഴും ഹോൾസ് ആണ് എല്ലാ സ്ഥലത്തും അവരുടെ ടീമിൽ. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ട്രെൻഡിനാണെങ്കിലും ഇപ്പൊ മിഡ്ഫീൽഡിൽ കളിക്കുന്ന മെക്കാലിസ്റ്റർ ആണെങ്കിലും പാസ് പിങ് ചെയ്യാവുന്ന പ്ലേസ് ആണ് യുണൈറ്റഡിന്റെ കൂടെ കളി. പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്. നമ്മള് ഇപ്പൊ സലയ്ക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും അത് സേഫ് പെർസെന്റേജ് കൂടുതലുള്ള ഒരു സ്ഥലമാണെങ്കിൽ സല പാസ് ചെയ്യണം. അത് ഓബ്വിയസ് ആണ്. അപ്പൊ എനിക്കൊന്ന്
സല മാത്രമല്ല, ലൂയിസ് ഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പൊ സൊബോസ്ലെ ആണെങ്കിലും ഇപ്പൊ അതൊക്കെ ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് ട്രെയിനിങ്ങിലാണ്. അത് പിച്ചിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ട്രെയിനിങ്ങിൽ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് നമ്മൾ പിച്ചിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് പ്ലാനിങ്ങിലാണ് ഇപ്പൊ എല്ലാം പോകുന്നത്. എനിക്കൊന്ന് പുതിയ ടീമാണ്, പുതിയ സിസ്റ്റമാണ്. എനിക്കൊന്ന് പ്ലേയേഴ്സ്, എനിക്ക് അത്ര ഡിഫറൻസ് ഇല്ല ക്ലോപ്പായിട്ട്. പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ഓർഗനൈസ്ഡ് ആണ് ക്ലോപ്പായിട്ടുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ. അതെ, ഇപ്പൊ എല്ലാരും പറയുന്നത് ഒരു സൈഡ് ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഏർലി മാനേജർ ബൗൺസ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകും. കുറച്ചാൾ പറയുന്നത് ഇപ്പോൾ ടെനാഗ് കഴിഞ്ഞ 3 വർഷം ടാക്ടിക്കലി എന്ത് ചെയ്യാൻ ശ്രമിച്ചു, അത് 2-3 വർഷത്തിൽ തന്നെ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ 1-2 യുണൈറ്റഡ് ഫാൻസിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് കളിക്കുക. ഇപ്പോൾ ഓപ്പോസിഷനെ ഒരു 1-on-1 എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പുതിയ മാനേജറാണ് പോയി പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഓവർലോഡ് ചെയ്യുക, അതിന് പകരം അവര് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് പലപ്പോഴും കളിച്ചിട്ടുള്ളത് ഒരു കൗണ്ടറിലൂടെയാണ്. ഇപ്പോൾ ഇറങ്ങി ഒരു ലോ ബ്ലോക്ക് ഇടുക, മിഡ് ബ്ലോക്ക് ഇട്ടിട്ട് കൗണ്ടർ കളിക്കുമ്പോൾ അവർക്ക് സ്പീഡായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, വിങ്ങേഴ്സ് ഉണ്ട്. അതിന് പകരം പുള്ളി ഈ ഒരു അപ്രോച്ച് എടുത്തു, അത് ബാക്ക് ഫയർ ആയി. ടെനാഗിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓപ്ഷൻ പറയാവുന്നത് ഒക്കെ പ്ലേയേഴ്സ് ജെല്ല് ചെയ്യാൻ സമയം വേണം, അല്ലെങ്കിൽ പുതിയ സൈനിങ്സ് ആണ്. പക്ഷെ അതെല്ലാ ടീമിനും പറയാം. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പുതിയ മാനേജറാണ്, എല്ലാം പുതിയ പ്ലേയേഴ്സ് ആണ്, പ്രധാനപ്പെട്ട സൈനിങ്സ് ഒന്നും വന്നില്ല, എന്നിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് ഒരു മാനേജർ അയച്ചിരിക്കുന്ന ടീമൊന്ന് കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്താൽ അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ യുണൈറ്റഡ് ഫാൻസിന്റെ സൈഡിൽ നിന്ന് അവർ പറയുന്നത് ടെനാഗ് എന്താണ് ചില സമയത്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ലിവർപൂൾ സൈഡിൽ നോക്കുമ്പോൾ പുള്ളി ചെയ്ത മിസ്റ്റേക്സ് ആണോ, അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്നാണോ കൂടുതൽ കൺസേൺസ് കാണുന്നത്? യുണൈറ്റഡിന്റെ കാര്യം അതെ, ഓഫ്കോഴ്സ് അത് നമ്മൾ പറയില്ല. നമ്മള് ഒരു റൈവൽ ഫാൻ എന്നുള്ള രീതിയല്ല. നമ്മളിപ്പോ ഒരു എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല ഫുട്ബോൾ കണ്ടാൽ മതിയല്ലോ. റൈവൽ റേസ് ആയിട്ട് നമുക്ക് ഏത് ടീം കളിക്കുമ്പോൾ നമുക്ക് നല്ല ഫുട്ബോൾ കാണണം. അപ്പൊ ഇത് മാനേജറിന്റെ ടാക്ടിക്കൽ ഫ്ലോസ് ആണ് മുക്കാലും ഉള്ളത്. 75% മാനേജറിന്റെ ഫ്ലോസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 2-3 പ്ലേയേഴ്സിനെ മാറ്റിയേ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിനകത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മാനേജർ കളിക്കാൻ തീരുമാനിക്കുന്ന സിസ്റ്റത്തിന് ആ പ്ലെയർ പറ്റിയതല്ലെങ്കിൽ നമ്മൾ നിൽക്കണം, നമ്മൾ ഒഴിവാക്കണം. അതിന് വരെ നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കല്ല വേണ്ടത്. നമ്മൾ പറയാം സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ബ്രൂണോ ഭയങ്കര ഔട്ട്കം തരുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ടെൻഹാഗിന്റെ സിസ്റ്റത്തിന് പറ്റില്ല. ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണ്ടേ നമുക്കിപ്പോ? ഏത് സിസ്റ്റത്തിനാണ് നമുക്കിപ്പോ എൻഡോ കഴിഞ്ഞല്ലോ നമ്മൾ DM ആയിട്ട് മേടിച്ചു. നമ്മൾ വിചാരിച്ചു ഇയാളെന്താ ഒരു DM, ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൈനിങ് ആണെങ്കിൽ ഇപ്പോൾ ഒരു DM അവിടെ ഉണ്ട് നമ്മുടെ ടീമിൽ. എന്ത് കളിപ്പിക്കാത്ത നമ്മൾ ഇപ്പൊ ഗ്രാൻഡ് ബസ് കളിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ ഡിഫറൻസ് ആ 6 അല്ലെങ്കിൽ ആ പിവറ്റിൽ. എനിക്ക് തോന്നുന്നു എല്ലാ ടീമിനും ഇപ്പൊ ഒരു മാനേജറിന് എന്താണോ ടാക്ടിക്കലി വേണ്ടത് അതാണ് കളിപ്പിക്കേണ്ടത്. അല്ലാണ്ട് സ്ക്വാഡില് ടീമിൽ ഇവര് വലിയ ബിഗ് നെയിംസ് ആണ്, ഇവര് വരുമ്പോഴേ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ കളിപ്പിക്കണം എന്നുള്ള നിയമമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് 2-3 പ്ലേയേഴ്സ്, എനിക്ക് തോന്നുന്നു ബ്രൂണോന് ഒരാളെ മൗണ്ട് കളിച്ചിട്ട് എന്നിട്ട് ബാക്കി എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡിന് പകരം അതിന് റൈറ്റിലിട്ടിട്ട് ലെഫ്റ്റിൽ ഗാർനാച്ചോ കളിച്ചിട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരു നല്ല ബോൾ പ്ലേയിങ് 6ഉം എനിക്കൊന്ന് ഉഗാർത്തെ കളിച്ചാൽ ഇതൊക്കെ തന്നെ എനിക്ക് അവസ്ഥ വരാം. കാര്യം നമ്മൾ പറഞ്ഞില്ല, നമുക്ക് ഇതൊരു മോഡേൺ ഇറയാണ്. നമ്മള് 8 കൊല്ലം 7 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട ഫുട്ബോളിലുള്ള DMs അല്ല ഇപ്പൊ നമുക്ക് വേണ്ടത്. നമ്മള് ഇപ്പൊ നല്ലോണം ടാക്കിൾ ചെയ്യുന്ന നല്ല ഡിസ്ട്രോയേഴ്സിനെ പോലത്തെ DM അല്ല ഇപ്പൊ. എല്ലാ ടീമിലും ഇങ്ങനത്തെ ഒരു പ്ലെയർ വേണം. ഇപ്പൊ നിങ്ങൾക്ക് ബിസൂമ ഉണ്ട്, നല്ല പ്രസ് റെസിസ്റ്റന്റ് ആയിട്ട് ബോള് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നത്, ബോള് ഫ്രണ്ടിലോട്ട് ബിൽഡപ്പ് ഫേസിൽ പ്രോഗ്രസ് ചെയ്ത് പാസ് ക്രിയേറ്റീവായിട്ട് പാസ് കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ. അതിനാണ് നമ്മൾ സുബിമെന്റിയെ നോക്കിയത്. സുബിമെന്റിയെ കിട്ടാതെ ഇപ്പൊ ട്രെയിനിങ്ങിൽ ഇതുപോലെ കളിക്കുന്ന ഒരു പ്ലെയറെ കണ്ടു, അതുകൊണ്ട് ഗ്രാൻഡ് ബേഴ്സിനെ കളിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ബിസൂമ ഇഞ്ചോർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ഇപ്പൊ ആർച്ചി ഗ്രേ അവിടെ നല്ലോണം കളിക്കും. അപ്പൊ എനിക്കൊന്ന് എല്ലാ ടീമിനും ടാക്ടിക്കലി എന്താണ് സൂട്ടബിൾ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടാത്തൊരു പ്ലെയർ ടീമിലുണ്ടെങ്കിൽ അത് ഡെഡ് വുഡ് ആണ് ഒരു മാനേജറെ സംബന്ധിച്ച്. അത് നമ്മൾ ഒഴിവാക്കുക. അല്ലാണ്ട് അത് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം എല്ലാ ടീമിനും മാറും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒഴിവാക്കി ഒരു 2-3 ഇപ്പൊ ഈ മാനേജർ അല്ലെങ്കിൽ അടുത്ത മാനേജർ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ അണ്ടറിൽ ത്രൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 75% മാനേജറിന്റെ അഡമന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. നമ്മുടെ പുള്ളിയുടെ പ്രസ് മീറ്റ്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതെ അതെ. ഇപ്പൊ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഡിഫൻസിനെ കുറിച്ചാണ്. നിങ്ങൾ കൺസൈഡ് ചെയ്യുന്നില്ല. അലിസൺ ബെക്കർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഷോർട്ട് പാസസും ലോങ് റേഞ്ച് ഷോട്ട്സും ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഡിഫൻസിൽ വിർജിൽ വാൻഡേക്ക് ആയാലും കൊനാട്ടെ ആയാലും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹൈലൈൻ കളിക്കുന്ന കാണുമ്പോൾ പേടിയാവും. നിങ്ങൾ മറ്റു ടീമിന്റെ ഹാഫിലൊക്കെ കയറിയിട്ടാണ് കളിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ടൈം എന്താ പറയുന്നത് ലൈനൊക്കെ പിറകിലാണ്, അത്രയ്ക്കും കയറിയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ
കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നില്ല. നിങ്ങൾ ഓടി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് കാണുമ്പോൾ എന്തെങ്കിലും വീക്ക്നെസ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആണോ? ഇല്ല, നമ്മളിപ്പോ ഹൈലൈൻ കളിക്കുമ്പോൾ ക്ലോപ്പിന്റെ ഹൈലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര വൈഡ് ആയിരുന്നു, നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി കൂടെ കോമ്പാക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ബോൾ പോകുമ്പോ കൗണ്ടർ പ്രസിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ പോയ ആ ബോൾ ആരുടെയിലാണോ അവരുടെ പ്രസ് ചെയ്യാന്നുള്ളത്. ഇവിടെ സ്ലോട്ടിന്റെ സിസ്റ്റത്തിലല്ല, ഈ ബോൾ കിട്ടിയ ആളൊരു പാസ് പ്ലേ ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ പാസ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ 2-3 പ്ലേയേഴ്സ് ബാക്കിൽ വരും. പക്ഷെ ഇത് ഭയങ്കര റിസ്കിയാണ്, ഭയങ്കര റിസ്കിയാണ് എന്ന് വെച്ച് മാർസലോ ബിയൽസയുടെ അല്ലെങ്കിൽ ക്ലോപ്പിന്റെ പോലെ സൂയിസൈഡ് ബോൾ പോലെ നമ്മൾ ഫുൾ ഓൺ നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോലെ. പക്ഷെ എന്നാലും ഫ്ലോസ് ഉണ്ടാവും. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇഞ്ചുറി വരാണ്ടിരുന്നാൽ മതി, ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ ബ്രോ, അപ്പോൾ എന്തായാലും നല്ല ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അടുത്ത മാച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച് ബ്രോ. ടേക്ക് കെയർ. ടേക്ക് കെയർ.